بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة اللهم بارك لنا في علمنا وفهمنا وفي دعوتنا اللهم بارك في هذا البيت وأهله أما بعد സഹോദരങ്ങളെ അസ്സലാ അഥവാ നിസ്കാരത്തെക്കുറിച്ച് അതിലെ ഹുക്കുമുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിൻ്റെ റുക്നാണ് അൽ ഖിയാമു മഅൽ ഖുദ്റ അഥവാ ഫർദായ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. നിൽക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല ഫർദായ നിസ്കാരത്തിൽ. ചില ആളുകളെ കാണാം, അവർ പള്ളിയിലേക്ക് നടന്നു വരും, പള്ളിയിൽ നിന്നിട്ട് ആളുകളോട് സംസാരിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ നിസ്കരിക്കാൻ വന്നാൽ അവർ കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്നത് കാണാം. പാടില്ല. നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഇരിക്കാനാണ് അയാൾക്ക് പ്രയാസമെങ്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ റുക്കൂഇലേക്ക് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കസേരയിൽ ഇരിക്കാവുന്നതാണ്. പക്ഷെ ഖിയാമിന് നിൽക്കേണ്ട സന്ദർഭത്തിൽ അഥവാ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂഇൽ പോകുന്നതിന് മുമ്പുള്ള നൃത്തം, അതുപോലെ റുക്കൂഇന് ശേഷമുള്ള നൃത്തം, ഇങ്ങനെ ഖിയാമിന്റെ സന്ദർഭങ്ങളിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരാൾ ഫർദായ നിസ്കാരങ്ങളിൽ ഇരിക്കാൻ പാടില്ല. നിസ്കാരം ശരിയാവുകയില്ല. എന്നാൽ മുസ്തഹബായ നാഫിലത്തായ അഥവാ ഫർദല്ലാത്ത നിസ്കാരങ്ങളിൽ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്, നിൽക്കാൻ കഴിയുമെങ്കിലും. എന്നാൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമായിരിക്കും ലഭിക്കുക. എന്നാൽ നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്ത മരീളായ രോഗിയായ ഒരാൾ, അയാൾക്കിരുന്ന് നിസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ كتب له ما كان يعمل مقيما صحيحا أو صحيحا مقيما إذا مرض العبد أو سافر ഒരടിമ രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്ര പോവുകയോ ചെയ്താൽ കുതിബ ലഹു അവന് രേഖപ്പെടുത്തപ്പെടും മാ കാന യഅമലു എന്താണോ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, സഹീഹൻ മുഖീമ ആരോഗ്യമുണ്ടായിരിക്കെ യാത്രയിലല്ലാതിരിക്കെ എന്താണോ അമൽ ചെയ്തിരുന്നത് ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് രേഖപ്പെടുത്തുന്നതാണ്. മരീദിന് ഇരുന്ന് നിസ്കരിക്കാൻ ഇളവുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത് ബി ബവാസീർ ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയുന്നു, എനിക്ക് ബവാസീർ ഉണ്ടായിരുന്നു. ബവാസീർ ബാസൂറ നല്ല ജംആണ് ബവാസീർ, പൈൽസ്. അതുകൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, സല്ലി ഖായിമാ നിന്ന് നിസ്കരിക്കുക, ഫഇൻ ലം തസ്തതി നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫഖാഇദാ ഇരുന്ന് നിസ്കരിക്കുക, ഫഇൻ ലം തസ്തതി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഫഅലാ ജംബിൻ കിടന്ന് നിസ്കരിക്കുക. ഒരു സമയത്തും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. മിനൽ മഹ്ദി ഇലൽ ലഹദ്, മിനൽ മഹ്ദി ഇലൽ ലഹദ്, മഹദ് തൊട്ടിലാണ്, ഇലൽ ലഹദ്, ലഹദ് എന്നാൽ ഖബറാണ് എന്ന് പറയാറുള്ളത് പോലെ നിസ്കാരം നിർബന്ധമായത് മുതൽ നിസ്കാരം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഈൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്റിൻ വഫർരിഖു ബൈനഹും ഫിൽ മദാജിഅ. നിങ്ങൾ കുട്ടികളെ
7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കുക. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിച്ചു നിസ്കരിപ്പിക്കണം. എന്താണ് കാരണം? അതിലാണ് അടി പേടിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിലും നിസ്കാരത്തിന് ഒരു തഅമുണ്ട്, അതിനൊരു രുചിയുണ്ട്. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും ശീലമാക്കിയവൻ പിന്നീട് അത് തുടരാനാണ് സാധ്യതയുള്ളത്. അതവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. അതുപോലെ 10 വയസ്സായാൽ കുട്ടികളെ വിരിപ്പുകളിൽ വേറെ വേറെ കിടത്തണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളും തമ്മിലാണെങ്കിലും ഒക്കെ കുട്ടികളെ വേറെ വേറെ കിടത്തണം. ഒരേ വിരിപ്പിൽ കിടത്താൻ പാടില്ല. ഉലമാക്കൾ പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളുമാണെങ്കിൽ അവരെ മുറി തന്നെ മാറ്റി കിടത്തുക. ഇനി ആൺകുട്ടികളും തന്നെയാണെങ്കിൽ അവർ ഒരേ വിരിപ്പിൽ കിടക്കാൻ പാടില്ല. ഒരേ മുറിയിലായതുകൊണ്ട് തകരാറില്ല, പക്ഷെ ഒരേ വിരിപ്പിലാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെയും വീടുകൾ നമുക്കറിയാം, നമ്മളെപ്പോലെ സൗകര്യമില്ലാത്ത, നമ്മളത്രയൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ലാത്ത വീടുകളായിരുന്നു. ചെറിയ ചെറിയ ഹുജറാത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. അവിടുത്തെ സഹാബത്തിന്റെയും വീടുകൾ അങ്ങനെ തന്നെ. ആ കാലത്താണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അപ്പൊ നമ്മളത് പാലിക്കേണ്ടതാണ്. അപ്പോ നിസ്കാരം അത് നിന്ന് കഴിയുന്നവർ, ഫർദായതവർ നിന്ന് തന്നെ നിർവഹിക്കണം, വാജിബാണ്. ഇനി ഏത് സമയത്തും ഒരാൾക്ക് ബോധമുള്ള കാലത്തോളം അയാൾ നിസ്കരിക്കേണ്ടതാണ്. അയാളെ ശരീരമൊട്ടും അനങ്ങുന്നില്ലെങ്കിലും അയാൾ കഴിയുന്നത് പോലെ നിസ്കരിക്കണം. അയാൾ കഴിയുന്നത് പോലെ നിസ്കരിക്കുക. ഏത് അവയവമാണ് അയാൾക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് കഴിയുന്നത് പോലെ അയാൾ നിസ്കരിക്കണം. അയാൾക്ക് വുദൂ ചെയ്യാൻ പറ്റുന്നില്ലേ, ആളുകൾ വുദൂ ചെയ്ത് കൊടുക്കണം, വുദൂ ചെയ്യിപ്പിച്ചു കൊടുക്കണം. അത് സാധിക്കുന്നില്ലേ, തയമ്മൂം ചെയ്യുക. ഒന്നും സാധിക്കുന്നില്ലേ, അയാളെ ഹസബ് ഹാൽ, അയാളുള്ള അവസ്ഥയിൽ നിസ്കരിക്കുക. ഒരു കാരണവശാലും മരണം വരെ സ്വലാത്ത് ഒഴിവാക്കാൻ പാടില്ല. എത്രയോ രോഗികളായ ആളുകൾ കാണാം, അവർ നിസ്കരിക്കുന്നുണ്ടാവില്ല. അവർക്കത് പറഞ്ഞു കൊടുക്കാൻ, ഇത് ചെയ്യിക്കാൻ, അത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ പല ആളുകളും മടി കാണിക്കുകയാണ്. മരുന്നുണ്ടാക്കി കൊടുക്കും 3 നേരം, അതുപോലെ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും. സ്വലാത്തിന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. നഊദു ബില്ലാഹ്. അള്ളാഹു നമുക്ക് ഏവർക്കും ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ നിസ്കാരം ആരോഗ്യമുള്ള കാലത്ത് അത് ശീലിക്കണം. അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത നമ്മുടെ ബദൻ, ശരീരം ദഈഫാകുന്ന കാലത്ത് ശൈത്താൻ നമ്മളതിന് സമ്മതിക്കുകയില്ല. നമ്മൾ സഹീഹായ ആരോഗ്യമുള്ള കാലത്ത് ശൈത്താന്റെ കെണിയിൽപ്പെട്ടാൽ ശൈത്താനെ പ്രതിരോധിക്കാൻ, അവനെതിരിൽ നിൽക്കാൻ നമുക്ക് കരുത്തുള്ള കാലമാണ് ആരോഗ്യമുള്ള സമയം. നമ്മുടെ ഖൽബിന് ആരോഗ്യമുണ്ട്, അവയവങ്ങൾക്ക് ആരോഗ്യമുണ്ട്, മനസ്സിന് ആരോഗ്യമുണ്ട്. ആ സമയത്ത് ശൈത്താൻ അനുസരിച്ചാൽ, അവന്റെ കെണിയിൽപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് ദഈഫാകുന്ന ശരീരം, ദഈഫാകുന്ന വലൈക്കും സലാം, ശരീരം ദഈഫാകുന്ന, ഖൽബ് ദഈഫാകുന്ന മരണസമയത്ത് ശൈത്താന്റെ കെണിയിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാനാണ് സാധിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇവൻ നല്ല ആരോഗ്യമുള്ള കാലത്ത് ശൈത്താൻ അനുസരിച്ചു, പിന്നെ എങ്ങനെയാണ് ഇവൻ ദഈഫായ കാലത്ത് അഥവാ മരണസമയം, അത് അവൻ ഏറ്റവും അവന്റെ ശരീരം ഒക്കെ ദഈഫാകുന്ന സമയമാണ്. ആ സമയത്ത് എങ്ങനെ അവന് ശൈത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? പ്രത്യേകിച്ച് ശൈത്താൻ അവന്റെ സകല കെണിയും ഒരുക്കി വരുന്ന നേരം അതാണ്. അവന്റെ കൂട്ടാളികളെയും ഒക്കെ കൂട്ടി അവൻ സർവസജ്ജനായി വരുന്ന സമയമാണത്. കാരണം ഈ സമയത്ത് അവനെ കിട്ടിയാൽ, ആദമിന്റെ മകനെ കിട്ടിയാൽ പിന്നെ കഴിഞ്ഞു അവന്റെ കാഴ്ചം. അവന്റെ അമൽ എന്തിലാണ് അവന്റെ അമലിന്റെ അന്ത്യം, അവസാനത്തെ അമൽ എന്താണോ അതാണ് അവന്റെ അമൽ. സൂഉൽ ഖാത്തിമ, മോശം അന്ത്യം, അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിനുള്ള ഏറ്റവും വലിയ മാർഗം ഉള്ളും പുറവും നന്നാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യമായി അല്ലാഹുവിനെ ഭയപ്പെട്ട ഒരുവന് അവൻ അല്ലാഹു ഒരിക്കലും സൂഉൽ ഖാത്തിമ, മോശമായ അന്ത്യം നൽകുകയില്ല. അങ്ങനെ നൽകിയ ചരിത്രമില്ല. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനാണ് സ്തുതി. അല്ലാഹുവിനോട് ലാഹിറ വ ബാത്തിന, ആളുകൾ കാണുകയും ആളുകൾ കാണാതിരിക്കുകയും അവൻ അല്ലാഹുമായുള്ള ബന്ധത്തിൽ സാദിഖാണ്, സത്യസന്ധനെങ്കിൽ
അള്ളാഹു അവന് നല്ല മരണമേ നൽകുകയുള്ളൂ. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് ചരിത്രമുള്ളത്. അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പല രോഗികളും നമ്മുടെ കുടുംബത്തിലുണ്ട്. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ വാക്കിന് വിലയുള്ള ആളുകൾക്കിടയിലുണ്ട്. അവർക്ക് ഇക്കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമസ്കാരം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്, എന്ത് അവസ്ഥയിലാണെങ്കിലും. അതിനുവേണ്ടി നമ്മൾ അതിനൊരാളെ നിർത്തുക. വേണമെങ്കിൽ ഒരാൾക്കും സമയമില്ല, പൈസ കൊടുത്തിട്ട് ഒരാളെ നിർത്തുക. എന്തിനൊക്കെ ജോലിക്ക് ആളുകളെ നിർത്തുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടുന്ന സമയത്ത് ഒളു ചെയ്യിപ്പിച്ചു കൊടുക്കാൻ, നമസ്കാരം ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ആളെ നിർത്തുക. എത്രത്തോളം ചില മുൻഗാമികൾ റഹിമഹുമുല്ലാഹ്, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം മുൻഗാമിയായ ഇബ്നുൽ മുനയ്യിർ എന്ന ഒരു ആലിമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ഒരു രോഗം ബാധിച്ചു. എന്താണ്? അദ്ദേഹത്തിന് മറവിയാണ്, മുഴുവൻ മറന്നുപോവുക. എന്നാൽ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അത് ഓർമ്മയുണ്ടാകും. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരാൾ ഓരോ നിസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. ഓരോ നിസ്കാരത്തിലും എന്തിനു വേണ്ടിയാണ്? ഓർമ്മ ഉണ്ടാകാൻ. പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക, നിങ്ങൾ അല്ലാഹു അക്ബർ, സമയ അല്ലാഹു ലിമൻ ഹമിദ, ഓരോന്നും ഓർമ്മപ്പെടുത്തി കൊടുത്തു ഓരോ വക്തിനും. അങ്ങനെ ഓർമ്മ മാറി മാറി വരുന്ന ഒരു അസുഖമുള്ള ഒരാൾ, സ്ഥിരമായി ഇല്ലാതാകുകയല്ല, സ്ഥിരം ബോധമില്ലാത്ത അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തക്ലീഫില്ല. അള്ളാഹു അയാളെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയില്ല. കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു ബോധമില്ലാത്ത ആളിൽ നിന്ന്. എന്നാൽ ഇത് ഇടക്കിടക്ക് നഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പൊ അത്രത്തോളം നോക്കൂ, നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം. അള്ളാഹു ആദ്യമായി നമ്മളെ ചോദ്യം ചെയ്യുന്നത് ഈ അമലാണ്. إن أول ما يحاسب به العبد يوم القيامة من عمله صلاته فإن صلحت فقد أفلح وأنجح وإن فسدت خاب وخسر قال رسول الله صلى الله عليه وسلم. അള്ളാഹു നമ്മുടെ അമലുകളിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് നിസ്കാരമാകുന്നു. അത് നന്നായാൽ എല്ലാം നന്നായി, അത് ഫസാദായാൽ എല്ലാം ഫസാദായി. ഖാബ വഖസിർ, അവൻ നശിച്ചു, അവൻ തുലഞ്ഞു. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഈ കാര്യം. മുസ്ലിമിന്റെ അടയാളമാണിത്. ഇന്നമാ ബൈന الرجل وبين الشرك والكفر ترك الصلاة العهد الذي بيننا وبينهم الصلاة فمن تركها فقد كفر. അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. അള്ളാഹു നോക്കി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു നോക്ക്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അള്ളാഹു എന്നെയും എന്റെ മക്കളെയും നീ മുഖീമുസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നബിമാരുടെ മുഴുവൻ സുന്നത്താണിത്, അവരുടെ ചര്യയാണിത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞെന്താ? അഖിമിസ് സ്വലാത്ത ലിദിക്രി. അപ്പോ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഏത് സമയത്തായാലും എന്ത് പ്രയാസമുണ്ടെങ്കിലും നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ ഒരാൾക്ക് ഫർദല്ലാത്ത നിസ്കാരങ്ങളിൽ നിൽക്കാൻ സാധിക്കുമെങ്കിലും ഇരിക്കൽ അനുവദനീയമാണ്. പക്ഷേ അത് പ്രതിഫലം കുറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല ഖായിമൻ ഫഹു അഫ്ദൽ. ആരാണോ നിന്ന് നിസ്കരിക്കുന്നത് എങ്കിൽ അതാണ് അഫ്ദൽ, അതാണ് ശ്രേഷ്ഠകരം. ഇത് ഫർദിലല്ല, ഫർദിൽ നിർബന്ധമാണ്, മുസ്തഹബായ നാഫിലത്തായ നിസ്കാരത്തിന്റെ കാര്യമാണ്. വമൻ സല്ല ഖാഇദൻ, ആരെങ്കിലും ഇരുന്ന് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം, നിന്നവന്റെ പകുതി പ്രതിഫലം. വമൻ സല്ല നായിമൻ, ഒരാൾ നായിമായി, ഇവിടെ നായിമിന്റെ അർത്ഥം ഉറങ്ങാന്നല്ല, കിടന്നുകൊണ്ട് എന്നാണ്. അങ്ങനെ നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖാഇദ്, ഇരുന്നവന്റെ പകുതി പ്രതിഫലം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്നാൽ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇരുന്നിട്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ ആംഗ്യം കാണിച്ചാൽ മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഫറആഹു യുസല്ലി അലാ വിസാദത്തിൻ, അയാൾ ഒരു തലയിണയിലാണ് സുജൂദ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ കുനിയാൻ സാധിക്കുന്നില്ല, നിലത്ത്
തല വെക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്ത് എറിഞ്ഞു കളഞ്ഞു, തലയാണ് എറിഞ്ഞു കളഞ്ഞു. അദ്ദേഹം ഒരു മരം വെച്ച് അതിന്റെ മേൽ സുജൂദ് ചെയ്തപ്പോൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സല്ലി അലൽ അർദി ഇൻ ഇസ്തതഅത്, നീ തറയിൽ ഭൂമിയിൽ നിസ്കരിക്കാൻ അഥവാ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. വഇല്ലാ ഫഔമി ഈമാഅ, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക. വജഅൽ സുജൂദക അഖ്ഫള മിൻ റുകൂഇക, സുജൂദ് റുകൂഇനേക്കാൾ കുറച്ചുകൂടി താഴ്ത്തി ചെയ്യുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. ഒരാൾ ഇരുന്ന് നിസ്കരിക്കുകയാണ്, അയാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തറയിൽ സുജൂദ് തലവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പിന്നെ ഉയരം ആക്കി അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല, മറിച്ച് ആംഗ്യം കാണിച്ചാൽ മതിയാകും. അത് ഏത് സ്ഥലത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ ചിലപ്പോൾ വിമാനത്തിൽ നിസ്കരിക്കേണ്ടി വന്നാൽ, അങ്ങനെ നിൽക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കേണ്ടി വന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും തലയണോ മറ്റോ വെച്ച് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഒരാൾ പ്രായമേറിയിട്ട് വേണമെങ്കിൽ ചാരി നിന്ന് നിസ്കരിക്കൽ, അതിനുവേണ്ടി വല്ല പടിയോ മറ്റോ ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. വല്ലതിന്റെ മുകളിലും ഊന്നി നിന്ന് നിസ്കരിക്കുക എന്നത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഫർദല്ലാത്ത നിസ്കാരങ്ങളിൽ കഴിയുമെങ്കിലും വേണമെങ്കിൽ ഇരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാത്രി നിസ്കാരങ്ങളിൽ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യം ഹദീസിൽ വന്നിട്ടുണ്ട്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലൈലൻ തവീലൻ ഖായിമ വലൈലൻ തവീലൻ ഖാഇദ وكان إذا قرأ قائما ركع قائما وإذا قرأ قاعدا ركع قاعدا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ രാത്രി നിന്നിട്ടും ഇരുന്നിട്ടും നിസ്കരിക്കാറുണ്ടായിരുന്നു. നിന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതെങ്കിൽ നിന്നുകൊണ്ട് തന്നെ റുക്കൂഅ് ചെയ്യും, സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യും. ഇരുന്നു കൊണ്ടാണ് ഓതിയതെങ്കിൽ ഇരുന്നിട്ട് തന്നെ റുക്കൂഉം ചെയ്യും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കും. എന്നിട്ട് ഓതാൻ ഒരു 30-40 ആയത്ത് ബാക്കി ഉണ്ടായാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കും. ഒരേ നിസ്കാരത്തിൽ തന്നെ ഇരുത്തവും നിർത്തവും. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ ചെയ്തിരുന്നു. ഇരുന്നിട്ട് ഒരുപാട് സമയം ഓതി, എന്നിട്ട് കുറച്ച് ആയത്തുകൾ ബാക്കിയുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. എന്നിട്ട് ബാക്കി ആയത്തുകൾ നിന്നുകൊണ്ട് ഓതി, എന്നിട്ട് റുക്കൂഅ് ചെയ്തു. നിന്നുകൊണ്ട് ചെയ്യുന്ന റുക്കൂഅ് ചെയ്തു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. അടുത്ത റക്അത്തിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നൃത്തത്തിലേക്ക് വന്നില്ല, ഇരുന്നിട്ട് ഓതി. എന്നിട്ട് കുറച്ച് ബാക്കിയുള്ളപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് ബാക്കി ഓതുകയും പിന്നെ റുക്കൂഇലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ നോക്കി, ഇതൊക്കെ നമുക്ക് ഈ ഖൈർ ഉപേക്ഷിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? സാധിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിന് മാതൃകയുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സുന്ന, നമ്മളൊക്കെ ചിലർക്കൊക്കെ അറിയാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരിക്കാറുണ്ടായിരുന്ന രൂപം. എങ്ങനെയായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്? വകാന യജ്ലിസു മുതറബ്ബിഅ, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതറബ്ബിഅ ആയിട്ടാണ് ഇരിക്കാറുണ്ടായിരുന്നത്. തറബ്ബുഅ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് കുറെ ആൾക്കാരായി ഇരുത്തിയിരുന്നത് കൊണ്ട് നമുക്ക് വേഗം കാണിക്കാം. തറബ്ബുഅ, ഇതാ ഈ തറബ്ബുഅണ്. രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നമ്മുടെ ഇരുത്തം എവിടെയാണ്? തറയിലാണ്, നിങ്ങളിരുന്നത് പോലെ. ഈ ഇരുത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് മലയാളത്തിൽ പറയും അതിന്. അഥവാ നമ്മൾ ഇരിക്കുന്നത് തറയിലാണ്. കാലുകൾ രണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, ഒന്ന് വലത്തേക്കാൽ എടുത്തോട്ടേക്കും ഇടതുകാൽ വലത്തോട്ടേക്കും ആക്കിയാണ് ഇരിക്കുക. സാധാരണ നമ്മൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിക്റൊക്കെ ചെല്ലാൻ വേണ്ടി ഒന്നങ്ങനെ മാറിയിരിക്കാറുണ്ടല്ലോ. ആ ഇരുത്തം ചമ്രം പടിഞ്ഞിരിക്കുക എന്നാണ് അതിന് മലയാളത്തിൽ പറയാം.
ഇതാണ് തറബ്ബുഅ. ഈ ഇരുത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരിക്കുക. ഏത് സമയത്ത്? ഖിറാഅത്തിന്റെ സമയത്ത്. അഥവാ നമ്മൾ നിൽക്കുന്ന നിസ്കാരത്തിൽ നിന്നിട്ട് എന്താണോ ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇരുത്തം ഇരുന്നിട്ട് ചെയ്യും. അതുപോലെ റുകൂഉം ഈ ഇരുത്തം ഇരുന്നിട്ട് ചെയ്യും. മനസ്സിലായോ? റുകൂഉം ഈ ഇരുത്തം ഇരുന്നിട്ടാണ് ചെയ്യുക. കാരണം എന്താ? നിൽക്കുന്നതിന്റെ പകരം ഈ ഇരുത്തം, നിൽക്കുന്നതിന്റെ പകരം ഈ ഇരുത്തം. അപ്പൊ നിന്നിട്ടാണല്ലോ നമ്മൾ ആദ്യം കൈകെട്ടി ഓതുന്നത്, ഫാത്തിഹ ഓതുന്നത്, സൂറത്ത് വന്ന് റുകൂഇൽ പോകുന്നതും ആ നൃത്തത്തിലാണല്ലോ. അതുകൊണ്ട് ഈ ഇരുത്തം മുതറബ്ബിആയി ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതും. അതുപോലെ റുകൂഇലേക്കും പോകും. റുക്കൂ എന്താണ്? ഈമാ, ആംഗ്യം കാണിക്കലാണ്. പിന്നെ സുജൂദ് സാധിക്കുമെങ്കിൽ തറയിൽ സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്തിനിരിക്കും? സുജൂദിനിടയിലുള്ള ഇരുത്തം, അതുപോലെ അത്തഹിയാത്തിന്റെ തശഹുദിന്റെ ഇരുത്തം, അവസാനത്തെ തശഹുദിന്റെ ഇരുത്തം. അപ്പൊ ഇതും ആദ്യത്തെ നമുക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള ഇരുത്തവും തമ്മിൽ അപ്പോൾ വേറെ വേറെ ആകും. അതാണ് അതുകൊണ്ടുള്ള ഉപകാരം. മനസ്സിലായോ? അപ്പൊ നൃത്തവും അതുപോലെ നമ്മുടെ ഇരുത്തവും നമ്മൾക്ക് വയ്യാത്തതുകൊണ്ടിരിക്കുന്നതും തശഹുദിന് ഇരിക്കുന്നതും രണ്ടും ഒരുപോലെ ആവുകയില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന. വകാന യജ്ലിസു മുതറബ്ബിഅ എന്ന് ഇമാം നസായി, ഇബ്നു ഖുസൈമ ഇവരൊക്കെ റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. സുജൂദിൽ പോകുമ്പോൾ മറ്റേ ഇരുത്തം ഇരുന്നിട്ടല്ലാതെ സുജൂദിൽ പോകാൻ സാധിക്കുകയില്ല. തറബ്ബുആയി ഇരുന്നിട്ട് സുജൂദിലേക്ക് പോകാൻ കഴിയില്ല, അത് സാധിക്കാത്ത കാര്യമാണ്. അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലുള്ള ഇരുത്തം, അതാണ് ഇതുകൊണ്ടുള്ള ഫായിദ. തഹിയാത്തിന്റെ ഇരുത്തവും നമ്മൾ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള ഇരുത്തവും ഒരുപോലെ ആവുകയില്ല, രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇതാണ് ഖിയാം, നൃത്തത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അറിയാം, നിസ്കരിക്കുമ്പോൾ ഏതൊരു അമൽ എന്നതുപോലെ നീയത്ത് അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോ അമലും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തർക്കും അവർ നീയത്താക്കിയതല്ലാതെ ഉണ്ടാവുകയില്ല. എന്നാൽ നമുക്കറിയാം, നീയത്ത് തലഫുള് ചെയ്യുക, നാവ് കൊണ്ട് പറയുക എന്നത് ബിദ്അത്താകുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിക്കാത്ത കാര്യമാകുന്നു. അത് ചെയ്യാൻ പാടില്ല. നീയത്തിലുള്ള ഈ വസ്വാസിനെ കുറിച്ച് ഉലമാക്കൾ വളരെ കടുത്ത ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇത്ര കഠിനമായി എതിർത്തിട്ടുണ്ട് ഈ നീയത്തിന്റെ വിഷയത്തിലുള്ള ആളുകളുടെ വസ്വാസിനെ കുറിച്ച്. ആ വസ്വാസിന്റെ ഭാഗമാണ് ഇങ്ങനെ പറയും മുസല്ലി, എന്നിട്ട് ആ നീയത്ത് മനസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പേ കൈകെട്ടണം, അതുകൊണ്ട് കൈ ഉയർത്തും, എന്നിട്ട് കെട്ടാൻ പോകും പിന്നെയും, കാരണം വേറെ എന്തെങ്കിലും ചിന്ത അതിന്റെ അടുക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല വിധത്തിലുള്ള വസ്വാസുകൾ ആളുകൾ ചെയ്യാറുണ്ട്. തെറ്റാണ്. നീയത്ത് നിസ്കാരത്തിൽ പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. നീയത്തിന്റെ മൗദിഅ അത് ഖൽബാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നോമ്പിനും അങ്ങനെ തന്നെ. നോമ്പിന്റെ തലേന്ന് നീയത്ത് പറയുക, ചൊല്ലിക്കൊടുക്കുക. നാവ് കൊണ്ട് പറയുക പാടില്ല, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തതാണ്. ഖൽബിലാണ് അത് കരുതേണ്ടത്. എന്നാൽ ചില ആളുകൾ ഇതിൽ നിന്ന് നേരെ എതിര് ചെയ്യുന്നത് കാണാം. നടന്നു വന്നിട്ട് ഒറ്റ കൈയ്യിട്ടുക. ഒരു നീയത്ത് മനസ്സിൽ പോലും വിചാരിക്കണം എന്ന കാര്യം ആളുകൾ മറന്നുപോയതുപോലെ. അത് തെറ്റാണ്. മറിച്ച് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിൽ കരുതണം. ഇന്ന നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത്, ഇത്ര റക്അത്താണ് നിസ്കരിക്കുന്നത്, ഫർദാണോ മുസ്തഹബാണോ എന്ന് മനസ്സിൽ കരുതുക തന്നെ വേണം. എന്നിട്ടാണ് കൈയ്യേണ്ടത്. വല്ല അലംഭാവം പാടില്ല, അലസത പാടില്ല. ചില ആളുകൾക്കാണ് നീയത്ത് ബിദ്അത്താന്ന് പഠിച്ചിട്ടുണ്ടാവും, നടന്നു വന്നിട്ട് ഇട്ട് കൈയ്യിട്ട് ഇന്നവിടെ നിൽക്കുക പോലും ചെയ്യുന്നത് നമ്മൾ കാണാത്തതുപോലെ. അപ്പൊ ഇത് ശരിയല്ല. നീയത്ത് അത് അത്യാവശ്യമാണ്. മനസ്സിൽ അത് വിചാരിക്കണം. നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് തല താഴ്ത്തുക. ഇന്ന നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത്, ഇത്ര റക്അത്താണ് നിസ്കരിക്കുന്നത്, ഫർദാണോ മുസ്തഹബാണോ എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ടാണ് കൈകെട്ടേണ്ടത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തർക്കും അവർ നിയ്യത്താക്കിയതേ ഉള്ളൂ. ഇത് നോക്ക്, അള്ളാഹുവിന് വേണ്ടിയാണോ ആ അമൽ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്, വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും അവന് നിയ്യത്താക്കിയതേ ഉള്ളൂ. ഫർദാണോ നിയ്യത്താക്കിയത്? ഫർദാണ്. മുസ്തഹബാണോ നിയ്യത്താക്കിയത്? മുസ്തഹബാണ്. ബഹറാണോ? ബഹർ. അസറാണോ? അസർ. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കിയത് അതാണ് അവനുള്ളത്. എന്നിട്ടാണ് നമ്മൾ കൈകെട്ടേണ്ടത്, അല്ലാഹു അക്ബർ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസീഉ സലാഹ്, നിസ്കാരം മോശമാക്കി നിസ്കരിച്ച ആളുടെ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞു, ഹദീസ് മുസീഇ സലാഹ്, നിസ്കാരം മോശമായി നിസ്കരിച്ച ആൾ, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നിസ്കരിക്കുക, ഇദ്ഹബ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കുക എന്ന് ആവർത്തിച്ച് മടക്കി അയച്ച ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാൻ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിന്റെ താക്കോൽ അത് തുഹൂർ അഥവാ വുദു ആകുന്നു. വതഹരീമുഹ അത്തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം, വതഹരീമുഹ അത്തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം, നിസ്കാരത്തിന്റെ തഹരീം അതെന്താണ്? തക്ബീർ ആകുന്നു. നിസ്കാരത്തിന്റെ ഇഹ്റാം കെട്ടൽ എന്താ? അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. എന്താണ് ഇഹ്റാം? അതിനു മുമ്പ് ഹലാലായിരുന്ന പലതും നമുക്ക് അതോടെ ഹറാമായി മാറും. സംസാരിക്കൽ, ഭക്ഷണം കഴിക്കുക, ചിരിക്കുക, ഇതൊക്കെ അതിനു മുമ്പ് ഹലാലാണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം, ഇഹ്റാമിന്റെ തക്ബീർ പറയുന്നതോടെ അത് ഹറാമായി. തഹ്ലീലുഹ, ഇതൊക്കെ ഹലാലാകുന്നത് എപ്പോഴാണ്? തസ്ലീം, സലാമോടെയാണ്. നിസ്കാരത്തിന്റെ തഹരീമാണ് തക്ബീർ, നിസ്കാരത്തിന്റെ തഹ്ലീലാകുന്നു തസ്ലീം, സലാം വിട്ടുക എന്നത്. അപ്പൊ തക്ബീർ അത് റുക്നാണ്, നിസ്കാരത്തിന്റെ റുക്നാണ്. വകാന യർഫഉ സൗതഹു ബിത്തക്ബീർ ഹത്താ യുസ്മിഅ മൻ ഖൽഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തക്ബീർ കേൾക്കാറുണ്ടായിരുന്നു പിന്നിലുള്ള ആളുകൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഖാല അൽ ഇമാമു അല്ലാഹു അക്ബർ ഫഖൂലു അല്ലാഹു അക്ബർ, നിങ്ങൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ആയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തക്ബീർ ജനങ്ങളെ ഒച്ചത്തിൽ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. തക്ബീറിന്റെ കൂടെ നമ്മൾ കൈ ഉയർത്തുക, രണ്ട് കൈകളും ഉയർത്തുക. وكان يرفع يديه تارة مع التكبير وتارة بعد التكبير وتارة قبل, ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിരുന്നത്. ചിലപ്പോ കൈ ഉയർത്തും എന്നിട്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയുക, ചിലപ്പോ അല്ലാഹു അക്ബർ എന്ന് പറയും എന്നിട്ടാണ് കൈ ഉയർത്തുക. ഇത് മൂന്ന് രീതിയിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ പറയലും കൈ ഉയർത്തലും ഒരുമിച്ച്, അല്ലാഹു അക്ബർ മുൻപ് പറഞ്ഞതിന് ശേഷം കൈ ഉയർത്തുക, അങ്ങനെ വന്നിട്ടുണ്ട്. കൈ ഉയർത്തുക അതിനുശേഷം അല്ലാഹു അക്ബർ പറയുക, ഇങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും ഉയർത്തിയിരുന്നത് വിരലുകൾ നിവർത്തി പിടിച്ചിട്ടാണ്, വിരൽ കൂട്ടി മുഷ്ടി ചുരുട്ടിയിട്ടല്ല, വിരലുകൾ നിവർത്തി പിടിച്ചിട്ട്. ലാ യുഫർരിജു ബൈനഹ വലാ യദുമ്മുഹ, അത് വല്ലാതെ നിവർത്തുകയുമില്ല എല്ലാം അടുപ്പിക്കുകയുമില്ല, ഒരു മധ്യമമായ നിലക്ക്. എല്ലാം വല്ലാതെ നിവർത്തുകയില്ല, വല്ലാതെ കൂട്ടിപ്പിടിക്കുകയുമില്ല, എന്നാൽ അതിന്റെ രണ്ടിന്റെയും നടുവിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉയർത്തും ഒന്നുകിൽ ഹദ്വ മൻകിബൈ, അവിടുത്തെ രണ്ട് ചുമലുകൾക്ക് നേരെ വരുന്നത് വരേക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തും ഹത്താ യുഹാദി ബിഹിമാ ഫുറൂഅ ഉദുനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു ചെവികൾ വരേക്കും. ഇത് രണ്ടും ആകാവുന്നതാണ്. ചില ആളുകൾ കൈ ഉയർത്തും ഇങ്ങനെ ചുമലിലേക്ക് വരത്തൂല, ഇങ്ങനെ കാണിച്ചിട്ട് കൈകെട്ടും, അത് തെറ്റാണ്. ചില ആളുകളാകട്ടെ അവര് ചെവിയിൽ നിന്ന് അതിന്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും, തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന ചുമല് വരെ അല്ലെങ്കിൽ രണ്ട് ചെവികൾ വരേക്കും കൈകൾ ഉയർത്തുക എന്നതാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുക.
അതിനോടൊപ്പം, അതിനു മുമ്പ്, അതിനുശേഷം, രണ്ടും മൂന്ന് രീതിയും ആകാവുന്നതാണ്. പിന്നീടാണ് രണ്ട് കൈകൾ, വലത് കൈ ഇടത് കൈയിന് മുകളിൽ നമ്മൾ വെക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെല്ലാം കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അവരുടെ നമസ്കാരത്തിൽ അവരുടെ വലത് കൈ ഇടത് കൈയിന് മുകളിൽ വെക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മഅശറൽ അംബിയാ, ഞങ്ങൾ നബിമാർ, ഉമിർനാ ബിതഅജീലി ഫിത്രിനാ വതഅഖീരി സുഹൂരിനാ വഅൻ നദഅ അയ്മാനനാ അലാ ശമാഇലിനാ ഫിസ്സലാഹ്. ഞങ്ങൾ നബിമാർ നോമ്പ് തുറ, ഫിത്ർ, അത് വേഗം ചെയ്യാനും അതിൽ ധൃതി കാണിക്കാനും, അത്താഴം അത് വൈകിപ്പിക്കാനും, അതുപോലെ നിസ്കാരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വലത് കൈകൾ ഇടത് കൈയിന്മേൽ വെക്കാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ നബിമാർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിതഅജീലി ഫിത്രിനാ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക. ആ ബാങ്ക് കേട്ടു, അതുപോലെ അപ്പുറത്തെ ബാങ്ക് കേൾക്കണം, നമ്മൾ അടുത്ത പള്ളിയിൽ ബാങ്കും കേൾക്കണം. ഇങ്ങനെ വസ്വാസ് പാടില്ല. സമയമായാൽ നോമ്പ് തുറക്കണം. ബാങ്ക് മുഅജ്ജിന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സമയമായോ നോമ്പ് തുറക്കണം. അതുപോലെ വതഅഖീരി സുഹൂരിന, അത്താഴം അത് വൈകിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവും അവിടുത്തെ ഇഖാമത്തും തമ്മിൽ, ബാങ്കല്ല ഇഖാമത്തും തമ്മിൽ 50 ആയത്ത് ഓതുന്ന ദൈർഘ്യമാണ് ഉണ്ടായിരുന്നതെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബാങ്കിന് തൊട്ടു മുമ്പ് നമ്മൾ നിർത്തിയാൽ മതി. ബാങ്കിനും ഭക്ഷണം നിർത്തിയിട്ട് പിന്നെ 50 ആയത്ത് ഓതാനുള്ള നേരം എന്നല്ല, ബാങ്കിന് തൊട്ടു മുൻപ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫജ്ർ, തുലൂഉൽ ഫജ്ർ അസ്സാനി, രണ്ടാമത്തെ ഫജ്ർ ഉദിക്കുമ്പോഴാണ് സുബ്ഹ് ബാങ്ക് കൊടുക്കുക. തുലൂഉ ശംസല്ല, തുലൂഉൽ ഫജ്ർ, പ്രഭാതം ഉദിക്കുക. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അൽ ഫജ്ർ സാദിഖ്, ഒന്ന് അൽ ഫജ്റുൽ കാദിബ്. ആദ്യ ഒരു വെളിച്ചം വരാനുണ്ട്, അതെന്താണ്? ഫജ്റുൽ കാദിബാണ്, യഥാർത്ഥ ഫജ്ർ അല്ല. അത് നീളത്തിലാണ് വരിക. പിന്നെ ഫജ്ർ സാദിഖ് ഉണ്ട്, അതാണ് ആകാശം മുഴുക്കെ വരുന്നത്, വീതിയിൽ വരിക. അതങ്ങനെ തന്നെ. മറ്റേത് ആദ്യം വരുന്ന വെളിച്ചം കുറച്ച് കഴിഞ്ഞാൽ പോവും, അതാണ് അത് കാദിബ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് സാദിഖാണ്, അത് അങ്ങനെ തന്നെ നിലനിൽക്കും സൂര്യൻ ഉദിക്കുന്നവരേക്കും. ഈ തുലൂഉൽ ഫജ്ർ ഉണ്ടായാലാണ് ബാങ്ക് കൊടുക്കുക. അതാണ് ബാങ്കിന്റെ സമയം. അതുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ നിർത്തിയാൽ മതി. അത് നബിമാർ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ വലത് കൈകൾ നിസ്കാരത്തിൽ ഇടത് കൈയും മേൽ വെക്കാനും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിസ്കാരത്തിൽ കൈ കെട്ടാതെ നിസ്കരിക്കുക എന്നുള്ളത് ഈ അമ്പിയാക്കളുടെ മുഴുവൻ സുന്നത്തിന് എതിരായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും അവിടുത്തെ പ്രവൃത്തിയും ഒക്കെ നമുക്ക് ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വലത് കൈ ഇടത് കൈ മേൽ വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളുടെ അടുത്തുകൂടെ പോയി, അയാൾ നിസ്കരിക്കുമ്പോൾ ഇടത്തെ കൈ വലത്തെ കൈന്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു നിസ്കരിക്കുന്നത്. അപ്പോ ഫന്തസഅഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഊരി, എന്നിട്ട് വലത് കൈ ഇടത് കൈമേലായി വെച്ചു കൊടുത്തു. ഇനിയാണ് ഈ വലത് കൈ ഇടത് കൈമേലാക്കി എവിടെയാണ് വെക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചതായി വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. അല സദ്രിഹി, അവിടുത്തെ നെഞ്ചിന്മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ വെച്ചിട്ടുള്ളത്, കൈകൾ വെച്ചിട്ടുള്ളത്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും സഹീഹായി വന്നിട്ടുള്ളത്. ഇതാണ് ഏറ്റവും സഹീഹായി വന്നിട്ടുള്ളത്, അഥവാ നെഞ്ചിന്മേൽ വെക്കുക എന്ന കാര്യം. ഇമാം അൽബാനി പറയുന്നു, സദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വച്ചതായിട്ടുള്ള ഹദീസാണ് ശരിയായ ഹദീസ്. ഈ ഹദീസ്, ഈ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അൽബാനി സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ആധുനിക കാലത്തുള്ള ഉലമാക്കളാകട്ടെ, അവരിൽ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹദീസുകൾ പലതും അതിൽ ദഈഫായി വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സിഹത്തിനോട് ഏറ്റവും അടുത്തിട്ടുള്ളത് നെഞ്ചിൽ വെക്കുക എന്നതാണ്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് അമലാക്കാൻ സിഹത്തിനോട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളത് നെഞ്ചിൽ വെക്കുക എന്നതാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു നിസ്കാരത്തെ കുറിച്ചുള്ള സിഫത്തു സലാത്തിന്റെ വിഷയത്തിൽ ഒരു ദർസുണ്ട്.
അദ്ദേഹം പറഞ്ഞു, നീ നിസ്കാരത്തിൽ കൈ കെട്ടുമ്പോൾ നീ വെക്കുക അല സദ്രിക്, നെഞ്ചിന്മേൽ വെക്കുക. ഷെയ്ഖിന്റെ ആ ദർസ് അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാരിപ്പോ അത് എഴുതിയിട്ടുണ്ട്. ആ ദർസ് അങ്ങനെ തന്നെ എഴുതുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ഹദീസിൽ അതിന്റെ സിഹത്തിന് ദഅഫിനെ കുറിച്ച് പല ചർച്ചകളും ഉണ്ടെങ്കിലും നമുക്ക് സിഹത്തിനോട് ഏറ്റവും അടുത്തിട്ടുള്ളത് അമലാക്കുന്ന നിലക്ക് തെളിവ് വന്നിട്ടുള്ളത് ഇതാണ്, നെഞ്ചത്ത് വെക്കുക എന്നത്, സദ്റിൽ വെക്കുക എന്നത്. വഅൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്. അപ്പോൾ വലത് കൈ ഇടത് കൈയിന്മേൽ വെച്ച് നെഞ്ചിൽ വെക്കുക. നെഞ്ചെന്ന് പറഞ്ഞാൽ അത് വയറ്റത്തല്ല, കഴുത്തിലുമല്ല. നെഞ്ചാണ്. സദർ വയറ്റത്തുമല്ല, സദർ കഴുത്തിലുമല്ല. അത് നേരായ നിലക്ക് വെക്കുക. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കാന യദഉൽ യുംന അലാ ളഹരി കഫിഹിൽ യുസ്റ വറുസഖി വസ്സാഇദ്, കഫിലും അഥവാ കൈപ്പത്തിയിലും കൈപ്പത്തി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് റിസ്റ്റിലേക്ക് എത്തുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിരുന്നു. ചിലതിൽ പിടിച്ചിരുന്നു. ഒന്നുകിൽ പിടിക്കുക അല്ലെങ്കിൽ വെക്കുക. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് നെഞ്ചിൽ കൈവെക്കുക, നെഞ്ചിൽ കൈവച്ച് നിസ്കരിക്കുക. ഇതാണ്. മാത്രമല്ല ഈ അള്ളാഹുവിന്റെ മുന്നിലുള്ള നൃത്തം, അതീവ അവന്റെ മുന്നിലുള്ള വിനയം. ഇമാം അഹ്മദ് പറഞ്ഞിട്ടുള്ളത്, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിനോട് സാദൃശ്യമുണ്ട് നമ്മുടെ ഈ നൃത്തത്തിന്. അള്ളാഹുവിന്റെ മുന്നിലുള്ള ഈ നൃത്തത്തിന് ഖിയാമത്ത് നാളിൽ അവന്റെ മുന്നിൽ നിൽക്കുന്നതിനോട് സാദൃശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. വലത് കൈ ഇടത് കൈന്മേലായിക്കൊണ്ട് നെഞ്ചിൽ കൈവെക്കുക. നമ്മുടെ നോട്ടം സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രമായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ ഹദീസ് നമ്മൾ മുമ്പ് വായിച്ചിരുന്നു. മുകളിലേക്ക് നോക്കുന്ന ആളെ കുറിച്ച് ശക്തമായ താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ കണ്ണുകൾ താഴേക്ക് വരികയില്ല, അവരുടെ കണ്ണുകൾ താഴേക്ക് വരാതിരിക്കുക, റാഞ്ചിയെടുക്കപ്പെടുന്നത് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതുപോലെ കണ്ണടക്കുക, അല്ലെങ്കിൽ കണ്ണുകൾ മുകളിലേക്ക് കൊണ്ടുപോവുക. ഇതൊന്നും തന്നെ പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഇങ്ങനെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നത് ഖുശൂഇന്റെ ഭാഗമാണ്. നമ്മുടെ ഖുശൂ അത് ശരിയായ ഖുശൂ ആകാൻ ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി കൈകെട്ടിയാൽ ദുആഉൽ ഇഫ്തിതാഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന, ഇഫ്തിതാഹിന്റെ ദുആ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അത് നിർബന്ധമല്ല, റുക്നോ വാജിബോ അല്ല, പക്ഷെ മുസ്തഹബായ നല്ല കാര്യങ്ങൾ, പ്രതിഫലാർഹമായ കാര്യങ്ങളിൽ പെട്ടതാണ്. പല രൂപങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ എന്ന് തുടങ്ങുന്ന ദുആ. അതുപോലെ اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد. അങ്ങനെ ദുആ വന്നിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന ദുആ വന്നിട്ടുണ്ട്. അതുപോലെ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് ഇഅ്തിദാലിൽ ചൊല്ലുന്ന ഈ ദുആ അത് പ്രാരംഭ പ്രാർത്ഥനയായും വന്നിട്ടുണ്ട്. വജ്ജഹ്തുനി അല്ലാഹുമ്മ ബഅദ് അതിന് പകരം ചൊല്ലിയതായി വന്നു. രാത്രി നിസ്കാരത്തിൽ ചില പ്രത്യേക ദുആകൾ വന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ വമീകായിൽ വഇസ്റാഫീൽ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ തുടങ്ങിയ ദുആ. ഇങ്ങനെ പല ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചെയ്യാം. അതാണ് ഏറ്റവും ഖൈർ. അതിനാണ് എല്ലാ ഖൈറും. കുല്ലു ഖൈരിൻ ഫിത്തിബാഇൻ മിനസ് സലഫ്. എല്ലാ ഖൈറും ഉള്ളത് ഇത്തിബാ ചെയ്യുന്നതിലാണ്. ഷർറെല്ലാം ഉള്ളത് ഇബ്തിദാ ചെയ്യുന്നതിലാണ്. ഇബ്തിദാ എന്താ? പുതുതായി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അത് ദുആ ആകട്ടെ, എന്താകട്ടെ, ദിക്റാകട്ടെ, ദുആ ആകട്ടെ, ദിക്റാകട്ടെ, എന്താകട്ടെ, പഴയത് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പിടിക്കുക. അതിനാണ് എല്ലാ ഖൈറും. നമ്മുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നേരെ ചില ആളുകൾക്ക് അവരുടെ ചില കാര്യങ്ങൾ ചെയ്തത് സ്ഥിരമായി അവർ ചെയ്യും. നമ്മൾ ചോദിച്ചവർ പറയും, ഞാനിത് ഇത്ര കാലമായിട്ട് ചൊല്ലുന്നു,
ഇത് ചൊല്ലിയിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഇന്നുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യാഹി അതെന്തല്ല, അതൊരിക്കലും ഒരു എത്തിമാദല്ല, അതിൽ നീ അവലംബിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണ് എനിക്ക് മാതൃകയുള്ളത്, അതിലാണ് എല്ലാ ഖൈറും ഉള്ളത്. ആ തജ്രിബ, ആ അനുഭവം ഒരിക്കലും നമുക്ക് രേഖയല്ല. എന്ന് മാത്രമല്ല, ചില ആളുകൾക്ക് പറഞ്ഞേക്കാം ഈ രീതി ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഹുദൂറുൽ ഖൽബ് അനുഭവപ്പെടും. പറഞ്ഞാൽ കൽബ് നല്ല ശ്രദ്ധയും നല്ല ഭക്തിയും അനുഭവപ്പെടും. വല്ലാഹു ആലം, അള്ളാഹ്ക്കാണ് അറിയുക. കാരണം തെളിവില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ശൈത്താൻ ചിലപ്പോൾ അതിന് മാറി നിൽക്കും, ഇടങ്ങാറക്കാൻ വരില്ല, ചെയ്തോട്ടെ വിചാരിക്കും. തെളിവുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴോ നമ്മൾ നിസ്കരിക്കുന്ന അവസ്ഥയായിരിക്കും. നിസ്കരിക്കുമ്പോൾ എന്താ നമ്മളെ അവസ്ഥ? ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ, അള്ളാഹുവിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന അമൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. എന്താ ഉമർ പറഞ്ഞത്? വഇന്നർ റജുല ലതശീബു ആരിദാഹ്, ഒരു മനുഷ്യന്റെ 2 താടികൾ നരക്കും. വമാ അക്മലല്ലാഹു ലഹു സ്വലാത്ത, അള്ളാഹു ഒരു നിസ്കാരത്തിന്റെ പോലും പൂർണ്ണമായ പ്രതിഫലം അവന് കൊടുക്കാത്ത നിലയിൽ. എന്ന് പറഞ്ഞാൽ താടി നരക്കോളം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു നിസ്കാരം പോലും പൂർണ്ണമായി അള്ളാഹിന്റെ ദിക്റോടെ നിസ്കരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവും. എത്ര ഹക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം. ചില മുൻഗാമികൾ പറഞ്ഞു, ഒരു കാലം വരും, യൂശികു അൻ തദ്ഖുല മസ്ജിദ ജമാഅത്തിൻ ഫലാ തറാ ഫീഹിം ഖാശിആ, ജമാഅത്ത് നടക്കുന്ന ഒരു പള്ളിയിൽ നീ ചെല്ലും, ഒരു ഖുശൂഉള്ള ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടാവില്ല, ഒരാൾ പോലും. കാരണം എന്താ? ഇത് ദലീലുള്ള അമലാണ്, തെളിവുള്ള അമലാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ? ശൈത്താൻ അവന്റെ പണി അങ്ങേറ്റം എടുക്കും. ഉദ്ഖുർക്കഥ സകലതും നമുക്ക് ഓർമ്മിപ്പിച്ചു തരും, എല്ലാം നമുക്ക് ഓർമ്മിപ്പിച്ചു തരും, നമ്മുടെ ശ്രദ്ധ എത്തിക്കും. ചിലപ്പോൾ തെളിവില്ലാത്തൊരു അമല് ചെയ്യുമ്പോഴോ ശൈത്താൻ അല്പം മാറിയിരിക്കും. അപ്പൊ നമുക്ക് നല്ല ശ്രദ്ധയും നല്ല ഭക്തിയൊക്കെ അനുഭവപ്പെടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു യഹൂദി വന്നിട്ട് പറഞ്ഞു, നമ്മളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളറിയോ, പൂർണ്ണമായ ഭക്തിയിലാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്, ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ചത്ത കൽബിൽ ഇനി ശൈത്താൻ എന്ത് പണിയുള്ളത്? ശൈത്താൻ അവിടെ ഒഴിവാക്കിയ കേസാണത്. അപ്പൊ എന്നതുപോലെ ഈ ഇത്തിബാഇലാണ് എല്ലാ ഖൈറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, അവിടുന്ന് പഠിപ്പിച്ച ദിക്ർ, അത് നോക്ക്, അതിനാണ് എല്ലാ ഖൈറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഖൈർ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പഠിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, അത് പഠിക്കാൻ നമ്മൾ നേരെ ചെലവഴിക്കുക. അവിടുന്ന് നോക്ക്, അത് ഒരാൾ ചൊല്ലാൻ നിന്നാൽ വേറെ ഒന്നിനേക്ക് നേരം ഉണ്ടാവില്ല, അത് പൂർത്തിയാക്കാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തെളിവ് സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകൾ, ദുആകൾ ഒരാൾ മുഴുവൻ പഠിച്ച് ചൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾക്ക് സമയം ഉണ്ടാവില്ല, അത് പൂർത്തിയാക്കാൻ തന്നെ. പിന്നല്ലേ ഇല്ലാത്തത് ചൊല്ലാൻ. അപ്പൊ ഉള്ളത് കൊണ്ട്, സിഹത്ത് സ്ഥിരപ്പെട്ടത് കൊണ്ട് അള്ളാഹ് നമുക്ക് ഗിന നൽകിയിട്ടുണ്ട്, അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകിയിട്ടുണ്ട്. ഇനി ഒന്നിന്റെ ആവശ്യം നമുക്കില്ല. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഇവിടെ നിലനിർത്തുന്നതാണ്. അപ്പൊ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലുക, അതിനുശേഷമാണ് നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹ ഖിറാഅത്തുൽ ഫാത്തിഹ നിസ്കാരത്തിന്റെ റുക്നാണ്. ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല. നമ്മൾ മഅ്മൂമായാലും ശരി, ഇമാമായാലും ശരി, ഒറ്റക്ക് നിസ്കരിച്ചാലും ശരി, ഇമാമായാലും ശരി, മഅ്മൂമായാലും ശരി, ഫാത്തിഹ ഓതുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് സഹാബത്ത് ഓതുകയുണ്ടായി. അവരിൽ ചിലരുടെ ശബ്ദം കുറച്ചു ഉയർന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇമാമിന്റെ പിന്നിൽ ഓതുന്നുണ്ടോ? അപ്പോ സഹാബത്ത് പറഞ്ഞു, നഅം ഹദ്ദൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ വേഗത്തിൽ ഓതും, ഇമാമിന്റെ കൂടെ തന്നെ എത്താൻ വേണ്ടി. ഖാൽ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇല്ലാ അയ്യഖറഅ അഹദുക്കും ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതുന്നതൊഴികെ. അപ്പോ ഇമാം ഓതുന്ന നിസ്കാരത്തിൽ ഓതാൻ പാടില്ല, എന്തൊഴികെ? ഫാത്തിഹ ഒഴികെ. ഫഇന്നഹു ലാ സ്വലാത ലിമൻ ലം യഖറഅ ബിഹാ, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമ്മൾ ഇമാമിന്റെ കൂടെ ജഹറായി ഓതുന്ന നിസ്കാരത്തിലാണെങ്കിലും ശരി, ജഹറായി ഓതുന്ന നിസ്കാരവും സിറായി ഓതുന്ന നിസ്കാരമുണ്ട്. ഉച്ചത്തിൽ ഓതുന്നതും മെല്ലെ ഓതുന്നതും. ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങൾ അത് ഇരുട്ടിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ്. സുബ്ഹും മഗ്രിബും ഇശാവും ഇരുട്ടിലാണ് നിസ്കാരം. പകലിൽ വെളിച്ചത്തിൽ നിസ്കരിക്കേണ്ട നിസ്കാരം ളുഹറും അസ്റും, അതിൽ രണ്ടിലും സിറിയാണ് ഖിറാഅത്ത്, ശബ്ദമുയർത്തിയല്ല.
ഏതിലും നമ്മൾ ഫാത്തിഹ ഓതണം. എന്നാൽ ഒരാൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഒരാൾ വിട്ടുപോയി, ജമാഅത്തായി ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ, ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ വിട്ടുപോയി, മറന്നു പോവുകയോ അല്ലെങ്കിൽ വൈകി വരികയോ ചെയ്തതുകൊണ്ട് ഫാത്തിഹ ഒഴിവായിപ്പോയാൽ ആ നിസ്കാരത്തിന് കുഴപ്പമില്ല. ഇമാമിന്റെ ഫാത്തിഹ മഅ്മൂമിന് മതിയാകുന്നതാണ്. കരുതികൂട്ടി ചെയ്താലല്ല, കരുതികൂട്ടി ചെയ്യാൻ പാടില്ല, കരുതികൂട്ടി ചെയ്യാൻ പാടില്ല. ഫാത്തിഹ ഓതണം. സിർരിയായ ഖിറാഅത്തുള്ള നിസ്കാരമാകട്ടെ, ജഹരിയായ ഖിറാഅത്തുള്ള നിസ്കാരമാകട്ടെ. എന്നാൽ ജഹരിയായ ഒച്ചത്തിൽ ഇമാം ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഒഴികെ മറ്റുള്ള സൂറത്തുകൾ നമ്മൾ ഓതാൻ പാടില്ല. فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഖുർആൻ കേട്ടാൽ മിണ്ടാതിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, റഹ്മത്ത് കിട്ടാൻ വേണ്ടി. ഇങ്ങനെയാണ് നമ്മൾ ജഹരിയ നിസ്കാരത്തിൽ ഇമാം സൂറത്ത് ഓതുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ ഓതരുത്. ഇത് നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിലും നമ്മൾ ഒച്ച ഉണ്ടാക്കി അടുത്തുള്ള ആളുകൾക്ക് തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല. ചില ആളുകളുടെ ദിക്റുകൾ അവർ ഒച്ചത്തിൽ ഓതും, ഒച്ചത്തിൽ ചൊല്ലും, ദുആ ഒച്ചത്തിൽ ചൊല്ലും. അടുത്തുള്ള ആളുകൾക്ക് തശ്വീഷ് ഉണ്ടാകുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ഇമാം ആയത്തുകൾക്കിടയിലുള്ള സുക്കൂത്ത്, ആയത്തുകൾക്കിടയിലുള്ള ഇടവേളകളുണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഒന്ന് ശ്വാസം വിട്ടിട്ടാണ് ഇമാം അടുത്ത ആയത്ത് ഓതുക. ആ ഇടവേളകളിൽ നമ്മൾ ആ ആയത്ത് ഓതുക. അങ്ങനെ തീരെ സമയമില്ല, നല്ല സുറാത്തിലാണ് ഇമാം ഓതുന്നതെങ്കിൽ ഇമാം ഫാത്തിഹ പൂർണ്ണമായി ഓതിയ ശേഷം നമുക്ക് ഫാത്തിഹ ഓതാവുന്നതാണ്. ലബാസ്, കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാലി ഉനാസ, എന്താണ് ഞാൻ എതിർക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു ഒച്ചത്തിൽ പിന്ന് ഓതുന്നത് കേട്ടപ്പോൾ. അപ്പോൾ ഇമാമിനെ തെറ്റിക്കുന്ന രൂപത്തിൽ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. അടുത്തുള്ള ആളുകൾക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ, തെറ്റിപ്പോകുന്ന രീതിയിൽ ഓതാൻ പാടില്ല. മിതമായ ശബ്ദത്തിൽ, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ, അല്ലെങ്കിൽ തൊട്ട് വലത്തോ തൊട്ടടുത്തോ ഉള്ള ആളുകൾക്ക് മാത്രം ചിലപ്പോൾ കേട്ടുപോകുന്ന ശബ്ദത്തിൽ ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്ന്, അവിടുത്തെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഇമാമിന്റെ അടുത്തുള്ള സഫിൽ, ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ അടുത്ത് നിൽക്കേണ്ടത്, ആ പള്ളിയിൽ ഖുർആൻ പഠിച്ചിട്ടുള്ള ഹിഫ്ളൊക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ, ഇൽമുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആള് നിൽക്കണം. അപ്പോൾ പള്ളിയിൽ കുറെ ആളുകളുണ്ട്. അപ്പോൾ ഒരാള് നേരത്തെ വന്ന ആളുകളാണെങ്കിലും ശരി, ഖുർആൻ പഠിച്ചിട്ടുള്ള ദീനിയായ ഇൽമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളെ നമ്മൾ നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇവിടെ ഇമാമിന്റെ അടുത്ത്. എന്തിനാണത്? ഒന്ന്, ഇമാമിന് ഫത്ഹ ചെയ്തു കൊടുക്കാൻ. ഫത്ഹ ചെയ്യാന്ന് പറഞ്ഞാൽ ഇമാമിന് മറന്നുപോയാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്തുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മപ്പെടുത്തി തരാതിരുന്നത് എന്ന് ചോദിച്ചു. അതുപോലെ തന്നെയാണ് വേറൊരു വിഷയം. ഈ ഇമാമിന് വല്ലതും സംഭവിച്ചാൽ, ഒതു മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ പിന്നുള്ള ഒരാൾ കയറിക്കണം, ബാക്കിയുള്ള ആളുകൾ നിസ്കാരം പൂർത്തിയാക്കണം. അപ്പൊ കയറി നിൽക്കുന്നതും സാധാരണ ഇമാമിന് ചില യോഗ്യതകളുള്ള ആളുകളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഖുർആൻ ഹിഫ്ളുള്ള, ഫിഖ്ഹുള്ള ആളാണ് നിൽക്കേണ്ടത്. ഖുർആൻ അറിയുള്ള ഒരാളുടെ പക്ഷെ ഫിഖ്ഹ് അറിയില്ല. വേറെ ആൾക്ക് ഖുർആൻ അറിയാം, മറ്റേ ആൾ അത്രയൊന്നും ഇല്ലെങ്കിൽ പക്ഷെ ഫിഖ്ഹ് നന്നായിട്ട് അറിയണ്ടെങ്കിൽ ഫിഖ്ഹ് അറിയുള്ള ആളെയാണ് നടത്തേണ്ടത്. നിസ്കാരത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യണം എന്നത് ഇൽമുള്ള ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പോ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇമാമിന്റെ അടുത്ത് നിൽക്കാൻ അല്ലാത്ത ആളുകൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. അതുപോലെ ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാല അൽ ഇമാമു
ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഫഖൂലു ആമീൻ. ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക. ഫഇന്നൽ മലായികത തഖൂലു ആമീൻ, മലക്കുകൾ ആമീൻ പറയുന്നു. ഫഇന്നൽ ഇമാമ യഖൂലു ആമീൻ, ഇമാം ആമീൻ പറയുന്നു. ഫമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നത് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ബാക്കി ഒന്നിലും ഇമാമിന്റെ മുവാഫഖത്ത് നമുക്ക് പാടില്ല, മുതാബഅത്തെ പാടുള്ളൂ. നിസ്കാരത്തിൽ 4 രീതിയാണുള്ളത്, അതിൽ ഒന്നേ ശരിയുള്ളൂ. ഒന്ന് അൽ മുസാറഅ, 2 അൽ മുതാബഅ, 3 അൽ മുവാഫഖ, 4 അത്തഖല്ലുഫ്. ഇതിൽ മുതാബഅത്ത് മാത്രമേ ശരിയുള്ളൂ. മുതാബഅത്ത് എന്ന ഇമാം ചെയ്ത ഉടനെ ചെയ്യുക. പാടില്ലാത്ത എന്തൊക്കെയാണ്? അൽ മുസാറഅ, ഇമാമിനേക്കാൾ മുന്നേ ചെയ്യുക, ഇമാമിനെ കടന്നു ചെയ്യുക. ചില ഇമാമിങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ട് പോലും അവന്റെ നിസ്കാരം പോയി എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. കാരണം ഇമാം സലാം വിട്ടുന്നതിന് മുമ്പ് എന്തായാലും സലാം വിട്ടാൻ പറ്റൂല, നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്താ ഇതിനെ കൊണ്ട് കാര്യം? അവിടെ മുസാറഅത്ത് കൊണ്ട് പ്രയോജനമല്ല, പാടില്ലാത്ത കാര്യമാണ് ഇമാമിനെ ഓവർടേക്കുക എന്നുള്ള. അതുപോലെ തന്നെ മുവാഫഖ, അതും പാടില്ല, ഇമാമിന്റെ കൂടെ ചെയ്യുക പാടില്ലാത്തതാണ്. പിന്നെയുള്ളത് തഖല്ലുഫ്. തഖല്ലുഫ് എന്താണ്? ഇമാം ദുആ ചെയ്ത് ഇമാം ചെയ്തതിന് കുറെ കഴിഞ്ഞിട്ട് ചെയ്യുക, അതും പാടില്ലാത്തതാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാം. അദ്ദേഹം മസ്ജിദിനെ പോയി നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ആളുകൾക്ക് സൽസ്വഭാവത്തിൽ ഉപദേശിച്ചു കൊടുക്കണം എന്നതിന് ഉദാഹരണം പറഞ്ഞതാണ്. അതായത് ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിസ്കരിക്കുന്നു, അപ്പൊ ഇമാം സുജൂദിൽ നിന്ന് എണീറ്റു അത്തഹിയാത്തിന് വേണ്ടി, അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി. അപ്പൊ ഇദ്ദേഹം കുറെ സമയം സുജൂദിൽ തന്നെ, ഇമാം എണീക്കില്ല. എന്നിട്ട് അത്തഹിയാത്ത് കുറെ അങ്ങോട്ട് എത്തിയ ശേഷം മാത്രം മൂപ്പര് എണീറ്റു, എന്നിട്ട് അത്തഹിയാത്തിൽ കൂടി. അപ്പൊ നോക്ക്, ആള് എന്ത് വിചാരിച്ചിട്ടാണ്? ദുആ ചെയ്യാനാണ്. നിസ്കാരത്തിൽ ദുആ നല്ല കാര്യമല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ആളുകൾ. നിസ്കാരം കഴിഞ്ഞപ്പോ ഷേഖ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സുജൂദിൽ കുറെ സമയം കിടന്നല്ലോ, അത് ശരിയല്ല. അപ്പൊ തന്നെ മുമ്പരാകെ എന്താണ് ഒരു രൂപം കോലക്കാകെ മാറി ദേഷ്യം പിടിച്ചു. അപ്പൊ അത് കണ്ടപ്പോ ഷേഖ് പറഞ്ഞു, അസ്അലുല്ലാഹ് അൻ യതഖബ്ബല മിൻക കുല്ല മാ ദഅവത, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തൊക്കെ അല്ലാഹ് സ്വീകരിക്കട്ടെ. ആദ്യം അത് പറഞ്ഞു, നിങ്ങൾ സുജൂദിൽ എന്തൊക്കെയാണ് ദുആ ചെയ്തൊക്കെ അല്ലാഹ് സ്വീകരിക്കട്ടെ, ഞാൻ ദുആ ചെയ്യുന്നു. അപ്പൊ ആൾ തണുത്തു. എന്നിട്ട് പറഞ്ഞെടുത്തു, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തല്ലോ, അത് മുസ്തഹബാണ്, കൂലിട്ടുന്ന കാര്യമാണ്, പുണ്യകരമാണ്. പക്ഷെ ഇമാമിന്റെ മുതാബഅ വാജിബാണ്. ഇമാമിനെ മുതാബഅത്ത് ചെയ്യൽ വാജിബ്. അതുകൊണ്ട് ഇത് ശരിയല്ല. അതെന്താണ്? തഖല്ലുഫാണ്, പിന്നിലാകുക, അതും പാടില്ല. മുവാഫഖത്തും പാടില്ല. എന്നാൽ ആമീൻ പറയുന്നത് നമ്മൾ ഇമാമിന്റെ കൂടെ ആവുക. ഇമാം തുടങ്ങിയ ഉടനെ തുടങ്ങാം, മുൻപേ തുടങ്ങരുത്. ഇമാം തുടങ്ങിയാൽ ഉടനെ തുടങ്ങുക. ഇമാം ആമീൻ പറഞ്ഞ് കഴിയാൻ കാത്തിക്കരുത്, കൂടെ തുടങ്ങുക, ഒരുമിച്ചാക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ചില സുബ്ഹാനല്ലാഹ് ഇൽമുള്ള ആളുകളുടെ ചില രീതികൾ. അള്ളാഹു അങ്ങനെ ഖൈറായ രീതികൾ പിന്തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാഹ്, നമ്മൾ കേട്ടിട്ടുള്ള മഹാനായ പണ്ഡിതന്, തഫ്സീർ എഴുതിയിട്ടുള്ള ഇമാം സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹം സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെ ഉസ്താദ മഹാനായ ഒരു ആലിമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് മുഹമ്മദ് അമീൻ ഷൻഖീത്തി അല്ലെങ്കിൽ മുഹമ്മദ് അമാനുൽ ജാമി, രണ്ടിലേതെങ്കിലും ഒരാളാണ്. ഇതിലൊരാൾ അവരാദ്യം അവരുടെ നാട്, അവർ സൗദി ആയിരുന്നില്ല, വേറെ നാട്ടിൽ. അപ്പൊ അവരുടെ നാട്ടിൽ ഈ സൂഫികളായിരുന്നു, തരീഖത്തിന്റെ സൂഫികളെ, ഖുറാഫികളായ ആളുകൾ. ആ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. മുഹമ്മദ് അമാനുൽ ജാമി ആണോ അല്ല മുഹമ്മദ് അമീൻ ഷൻഖീത്തി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. രണ്ടുപേരും വലിയ അഹ്ലുസുന്നത്തിന്റെ വലിയ ഉലമാക്കളായി ആയിത്തീർന്ന ആളുകളാണ്. പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദിയെ അവർ സൗദിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയാണ്, അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി. അപ്പൊ അദ്ദേഹത്തോട് ഈ വന്ന ആൾ ചോദിച്ചു, നമ്മുടെ നാട്ടിലുള്ള ശൈഖന്മാര്, ഇവരെ തരീഖത്തിന്റെ ശൈഖന്മാർ എന്ത് ചെയ്യൂല? നിസ്കരിക്കൂല. നമ്മൾ ചോദിച്ചാൽ അവർ പറയും
നമ്മളെവിടെ നിസ്കരിക്കുന്നുണ്ട്, മദീന നിസ്കരിക്കുന്നുണ്ട്, മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അവർ ചെയ്യുക. അപ്പോൾ ഉടനെ അബ്ദുറഹ്മാൻ നാസർ സഅദി അവരോട് ചോദിച്ചത്ര. അവരെ മറുപടി എത്ര ലളിതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് ചിന്തിക്കാൻ ഈ മറുപടിയാണ് കാരണമായത്. നാസർ സഅദി ചോദിച്ചു, അത് ശരിയാവില്ലല്ലോ, കാരണം അവിടുത്തെ ലോഹറിന്റെ സമയമല്ലല്ലോ ഇവിടെ. അവിടെ ലോഹർ ഇവിടെ നിസ്കരിക്കേണ്ടത് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം അവിടുത്തെ സമയം ഇവിടുത്തെ സമയം വ്യത്യാസമില്ലേ. ഇതാണത്ര അദ്ദേഹത്തിന് ചിന്തിക്കാൻ കാരണമായത്. നമുക്ക് എത്ര ലളിതമായ മറുപടിയാണ് അവരുടേത്. അങ്ങനെ ആ ഒരാൾ ചിലപ്പോ അവരുടെ നിലവാരത്തിനനുസരിച്ചിട്ട് സംസാരിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിന എനിക്ക് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞ ആളോട് നോക്കി എത്ര നല്ല മറുപടിയാണ് പറഞ്ഞത്. അതുഹിബ്ബുഹു ലി ഉമ്മിക് അതുഹിബ്ബുഹു ലി ഉഖ്തിക്, നിന്റെ ഉമ്മാക്ക് ഇത് ഇഷ്ടപ്പെടും, എന്റെ സഹോദരി ഇല്ല. വന്നാസു ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, ജനങ്ങളും അങ്ങനെ തന്നെ അവരുടെ ഉമ്മമാർക്ക് അത് ഇഷ്ടപ്പെടില്ല, അവരുടെ പെങ്ങന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൈവച്ച് ദുആ ചെയ്തു, അല്ലാഹുമ്മ തഹിർ ഖൽബഹ വഹസ്സിൻ ഫർജഹ, അല്ലാഹു ഇവന്റെ കൽബ് നീ ശുദ്ധിയാക്കണേ, ഇവന്റെ ഗുഹ്യാവയം നീ കാക്കണേ. പിന്നീട് ആ ചെറുപ്പക്കാരെ ഒരു ഹറാമിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ വറസത്തായ അവിടുത്തെ അനന്തരാവകാശികളായ ഉലമാക്കളുടെ രീതി. അള്ളാഹു എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.